ലോൺ ആപ്പ് തട്ടിപ്പിന് പിന്നിൽ രാജ്യാന്തര കണ്ണികളെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 1650 കോടിയുടെ തട്ടിപ്പ് നടന്നു. വൻ കണ്ണികൾ പിന്നിലുണ്ടെന്നും ED 2023 തട്ടിപ്പിന് തുടക്കം. ED റിപ്പോർട്ടിൻ്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ജിജീഷ് കരുണാകരൻ. ജിജീഷ്, വൻ ശൃംഖലയാണ്, അത് മതദേശീയ ശൃംഖലയാണ് ഈ തട്ടിപ്പിന് കരുക്കൾ നീക്കിയത്. അവരുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് അരങ്ങേറിയത്. എന്തായാലും ED അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ ജിജീഷ്? അൽനബേർ, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി നടന്നിട്ടുള്ള കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്ന വലിയ സാമ്പത്തിക തട്ടിപ്പിന്റെ കണ്ണികളിൽ അതിന്റെ ഇങ്ങറ്റത്തുള്ള കണ്ണികളാണ് പിടിയിലായത് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 1650 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് സംസ്ഥാനത്ത് ആകെ മാത്രമല്ല രാജ്യത്താകെയായി നടന്നിരിക്കുന്നത്. ഇതിന്റെ എല്ലാ ആളുകളും ചേർന്നിട്ട് അതിൽ 4 പേർ മാത്രമാണ് പിടിയിലായിരിക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എന്ന കാര്യം തന്നെയാണ് അന്വേഷണ സംഘം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, പലപ്പോഴും ആളുകൾ ഈ ലോൺ ആപ്പിന്റെ ഭാഗമാക്കി മാറ്റുന്നു. അതിനുശേഷം ചൈനീസ് ആപ്പുകൾ ഫോണുകളിലേക്ക് വരുത്തിയതിന് ശേഷം നിരവധി ആളുകൾക്ക് ചെറിയ തുകകൾ ലോണുകൾ നൽകി ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പല മടങ്ങ് തുക തിരിച്ചു പിടിക്കുന്ന ഒരു രീതിയായിരുന്നു ഇവർ നടത്തിയിരുന്നത്. പല ആളുകളെയും ഈ ലോൺ ആപ്പിന്റെ ഭാഗമാകുമ്പോൾ അവരുടെ സ്വകാര്യ വിവരങ്ങൾ പലതും ശേഖരിക്കുന്നു. അതിനുശേഷം അത് ഉപയോഗിച്ചുകൊണ്ടും മാത്രമല്ല മുഖം മോർഫ് ചെയ്ത് എല്ലാം തന്നെ അത്തരത്തിലെല്ലാം ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതി തന്നെയായിരുന്നു ഈ തട്ടിപ്പ് സംഘങ്ങൾ നടത്തിയിരുന്നത്. അങ്ങനെയാണ് 1650 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. മാത്രമല്ല, ചില ഷെൽ കമ്പനികളിലേക്ക് ഇവരുടെ നിക്ഷേപം നടന്നിരിക്കുന്നു എന്നുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രതികൾ അവരുടെ കൈവശം എത്തിയിരിക്കുന്ന പണത്തിൽ നല്ലൊരു പങ്കും ഷെൽ കമ്പനികളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇതിലൊരു പ്രതിയുടെ കൈവശം എത്തിയത് 110 കോടി രൂപയായിരുന്നു. അതിൽ 105 കോടി രൂപയും ഷെൽ കമ്പനികൾ വഴി മാറ്റി. അങ്ങനെ കള്ളപ്പണ ഇടപാടുകൾ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ, രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് തന്നെ വലിയ ഒരു തകർച്ച ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളും ഈ പ്രതികൾ നടത്തിയതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി കൂടുതൽ ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് കലൂരിലെ NIA കോടതി 4 ദിവസത്തെ, കലൂരിലെ പ്രത്യേക PMLA കോടതി 4 ദിവസത്തെ കസ്റ്റഡിയാണ് ഈ പ്രതികളെ വിട്ടു നൽകിയിരിക്കുന്നത്. ഈ മാസം 13 വരെയാണ് ഇവരുടെ റിമാൻഡ് കാലാവധി. കൂടുതൽ ആളുകളുണ്ട്, അവരെ കേന്ദ്രീകരിച്ച് മലയാളികൾ എത്ര പേരുണ്ട് ഇനി പ്രതിസ്ഥാനത്ത്? നിലവിൽ ഇപ്പോൾ അവർ പറയുന്നത് അനുസരിച്ച് മലയാളികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇവർ നൽകിയിട്ടില്ല. ഇവരെല്ലാവരും, ഈ പിടിയിലായ എല്ലാവരും തമിഴ്നാട് സ്വദേശികളാണ്. അവർ തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായ ആളുകളാണ് ഈ 4 യുവാക്കളും എന്ന് പറയുന്നത്. മാത്രമല്ല, എല്ലാവരും ബിരുദധാരികളാണ്, സാങ്കേതിക പരിജ്ഞാനങ്ങൾ ഏറെയുള്ളവരാണ്. അതിങ്ങനെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു ഈ യുവാക്കളുടെ സംഘം എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. മലയാളികളുടെ പങ്കാളിത്തം സംബന്ധിച്ച് തന്നെയാണ് ഇനി പ്രധാനമായും അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. കാരണം ഇതിന്റെ ഭാഗമായി കേരളത്തിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളുടെ ഭാഗമായി മാറിയതിൽ മലയാളികളുമുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. പല ഭാഗങ്ങളിൽ, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ ഒരുപോലെ ഉൾപ്പെട്ടതാണ് ഈ കേസ്. പ്രത്യേകിച്ച് ഹരിയാനയിലടക്കം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ആദ്യം 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും എല്ലാം തന്നെ ഇത്തരത്തിൽ ലോൺ ആപ്പുകൾ വഴി വായ്പകൾ നൽകുന്നു. പിന്നീട് ആ വായ്പകൾ തിരിച്ച് അടയ്ക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ വലിയ തുക പലിശയടക്കം പിടിച്ചു വാങ്ങിയതിന് ശേഷം വലിയ തുകകൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അതിന്റെ ഒരു ചെറിയ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 10 ലക്ഷം രൂപയോളം വാങ്ങുമ്പോൾ അതിൽ 2 ലക്ഷം രൂപയോളം തങ്ങളുടെ കമ്മീഷൻ എന്ന രീതിയിൽ അവർ അത് വാങ്ങിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളെല്ലാം തന്നെ ഈ ലോൺ ആപ്പുകളിലൂടെ സംഘം നടത്തിയിട്ടുണ്ട്. ഇതൊരു വലിയ അല്ലെങ്കിൽ നിരവധി ആളുകൾ ഉൾപ്പെട്ട ഒരു സാമ്പത്തിക തട്ടിപ്പാണ്. മാത്രമല്ല, സിംഗപ്പൂരിലേക്കും ചൈനയിലേക്കും എല്ലാം തന്നെ ഇവിടെ നിന്ന് പണം ഒഴുകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പിലൂടെ സ്വന്തമാക്കുന്ന പണം സിംഗപ്പൂരിലേക്കും മറ്റ് ചൈനയിലേക്കും അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കൂടി എത്തിച്ചു എന്നതിന്റെ വിവരം കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. ലോൺ ആപ്പ് തട്ടിപ്പിന് പിന്നിൽ രാജ്യാന്തര കണ്ണികളെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 1650 കോടിയുടെ തട്ടിപ്പ് നടന്നു. വൻകണ്ണികൾ പിന്നിലുണ്ടെന്നും ED 2023 തട്ടിപ്പിന് തുടക്കം. ED റിപ്പോർട്ടിൻ്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് വിശദമായി വിവരങ്ങൾ നൽകിയത്.